Hello friends, welcome to S4 Online PSC Coaching. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ AI ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ AI സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. സോ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ എല്ലാ വീഡിയോസും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സർവേ ആണ്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു വേറെ സബ്ജക്ട്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ സർവേ എന്തുകൊണ്ടാണ് ഇത്രയും ചെയ്തതെന്ന് വെച്ചാൽ സർവേയുടെ കൺസെപ്റ്റ് ആണ് വളരെ ഡീപ്പാണ്. വളരെ ഡീപ്പായിട്ട് അത് പറഞ്ഞാലേ അതിൽ പല പ്രോബ്ലംസും ക്ലിക്ക് ആവുള്ളൂ. പക്ഷേ ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നേരിട്ട് കിട്ടും. അപ്പോൾ ഈ സർവേയിൽ മാഗ്നറ്റിക് ബിയറിംഗ്, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്നുള്ള അതിൻ്റെ ആ കൺസെപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലംസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. ബാക്കി എല്ലാ സബ്ജക്റ്റിനെയും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. സോ ഇനി കുറച്ച് വീഡിയോസിലെല്ലാം ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് കുറച്ച് ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയെല്ലാം ഒരു 1 by 1 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് 1 liter ഓഫ് എ ലിക്വിഡ് വിച്ച് വെയ്സ് 5 Newton. സോ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഒരു ലിക്വിഡിന്റെ വെയിറ്റ് 5 Newton ആണ്. അതിന്റെ സ്പെസിഫിക് വെയിറ്റ് കാണാനാണ്. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് എന്താണെന്ന് പറഞ്ഞു മുമ്പ് ആദ്യം ഒരു ബേസിക് ആയ ഒരു കാര്യം പറയാം. ഡെൻസിറ്റി എന്താണെന്ന് ആദ്യം പറയാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ എന്താണ് ഈ മാസ് ബൈ വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ബോക്സ് അല്ലെങ്കിൽ ടാങ്ക് എടുക്കുക. അതിന്റെ 1 meter ലെങ്ത് ഉണ്ട്, 1 meter ബ്രെഡ്ത്ത് ഉണ്ട്, 1 meter ഹൈറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബോക്സിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1 meter ക്യൂബ് ആയിരിക്കും. ലെങ്ത്തിന്റെ ബ്രെഡ്ത്തിന്റെ ഹൈറ്റ് കൂട്ടി കഴിഞ്ഞാൽ 1 meter ക്യൂബ് ആയിരിക്കും. അപ്പം ഇനി അതിൽ നമ്മൾ വെള്ളം നിറക്കുകയാണെങ്കിൽ അതിൽ 1000 kilogram വെള്ളം നിറയുന്ന പറയുന്നത്. അപ്പം 1 meter ക്യൂബ് ബോക്സിലെ ടാങ്കിൽ 1000 kilogram വെള്ളം കൊള്ളുന്നു. അപ്പം വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഡെൻസിറ്റി ഓഫ് വാട്ടർ വിൽ ബി മാസ്. എത്ര മാസം എന്ന് വെച്ചാൽ 1000 kilogram ഡിവൈഡ് ബൈ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ്. ഒരു 1000 kilogram ബൈ മീറ്റർ ക്യൂബ്. അപ്പം ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അപ്പം 1000 kilogram per meter ക്യൂബ് എന്നായിരിക്കും. ഇനി കോൺക്രീറ്റിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2400. ഇറ്റ് ഈസ് 2400 കോൺക്രീറ്റിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി അതേപോലെ സ്റ്റീലിന്റെ ആണെങ്കിൽ ഇറ്റ് ഈസ് 700-850 എന്നാണ് വരിക. ഇനി RCC കോൺക്രീറ്റ് ആണെങ്കിൽ 2500 ആയിരിക്കും വരിക. അങ്ങനെ ഓരോന്നിനും ഓരോ വസ്തുവിനും ഓരോ ഡെൻസിറ്റി ഉണ്ടാവും. അപ്പം 1000-നേക്കാളും കൂടിക്കഴിഞ്ഞാൽ ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിലോട്ട് സിങ്ക് മുങ്ങിപ്പോകും. പക്ഷെ 1000-നേക്കാളും കുറവാണ് ഡെൻസിറ്റി എങ്കിൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, ഫ്ലോട്ട് ചെയ്യും. അപ്പം അങ്ങനെയാണ് ഡെൻസിറ്റിയുടെ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇനി എന്താണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് നോക്കാം. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെയിറ്റ് ബൈ വോളിയം. എത്രയാണോ വെയിറ്റ് അത് ഡിവൈഡ് ബൈ വോളിയം ആണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ച സ്പെസിഫിക് വെയിറ്റ് കാണാനാണ്. അപ്പം ഇവിടെ പറഞ്ഞത് വെയിറ്റ് തന്നിട്ടുണ്ട് 5 Newton ആണെന്ന് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ്. അപ്പം ഇവിടെ നോക്കാം, വെയിറ്റ് തന്നിട്ടുണ്ട് 5 Newton. അതേപോലെ വോളിയം തന്നിട്ടുണ്ട് 1 liter തന്നിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എന്ന ഓപ്ഷൻസിലെല്ലാം മീറ്റർ ക്യൂബിലാണ്. അപ്പം നമ്മൾ ഈ 1 liter മീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യണം. 1 liter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 centimeter ക്യൂബാണ്. 1 liter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 centimeter ക്യൂബാണ്. അതിനർത്ഥം ഇറ്റ് വിൽ ബി 1/1000 meter ക്യൂബ്. ഇറ്റ് വിൽ ബി 1/1000 meter ക്യൂബ്. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് എത്ര ആയിരിക്കും? അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് വിൽ ബി സ്പെസിഫിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു 5 Newton ഡിവൈഡ് ബൈ 1/1000 meter ക്യൂബ്. ഇറ്റ് വിൽ ബി 5000 Newton per meter ക്യൂബ്. ഇതാണ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1 liter ഓഫ് ലിക്വിഡ് വിച്ച് വെയ്സ് 7 Newton. സോ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സ്പെസിഫിക് ഗ്രാവിറ്റി കാണാനാണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പം ഏതൊരു ഒബ്ജക്റ്റിനെയും ബട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എനി ഒബ്ജക്ട് ഈസ് ഈക്വൽ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഒബ്ജക്ട് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ് പറയുക. അപ്പോൾ ശരിക്കും ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കറക്റ്റ് അല്ല. നമ്മളത് ശരിക്കുള്ള ഡെഫിനിഷൻ എങ്ങനെ വരിക? ഡെൻസിറ്റി ഓഫ് ഒബ്ജക്ട് ടു ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് ലിക്വിഡ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആക്കി എടുക്കുന്നത് വാട്ടർ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്ട് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയാം. ഇനി നമുക്ക് ആദ്യം ഡെൻസിറ്റി എന്താണെന്ന് അറിയാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മാസ് ബൈ വോളിയം. അപ്പോൾ ആദ്യം നമുക്ക് ഡെൻസിറ്റി കാണാം. ഡെൻസിറ്റി അറിയണമെങ്കിൽ മാസ് അറിയണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് മാസ് അല്ല, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് വെയിറ്റ് ആണ്. വെയിറ്റ് ആണ് നമുക്ക് 7 Newton തന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇറ്റ് ഈസ് മാസ് ഇൻറ്റു ജി. mg ആണ്. ജി എന്നാണല്ലോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെയിറ്റ് ഡിവൈഡ് ബൈ ജി.
വെയിറ്റ് 7 ആണ്. ജി എന്ന് പറഞ്ഞാൽ കറക്റ്റ് വാല്യൂ 9.81 ആണ്. നമ്മൾ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി 10 ആക്കി എടുത്തു. അപ്പം 10 എടുത്തു. അപ്പോൾ ഇറ്റ് വിൽ ബി 0.7 ആണ് ഇതിൻ്റെ മാസ് വരുന്നത്. ഇനി ഡെൻസിറ്റി കാണാം. ഡെൻസിറ്റി വിൽ ബി മാസ് ബൈ വോളിയം 0.7 ഡിവൈഡ് ബൈ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻ എന്നത് 1 ലിറ്റർ എന്നാണ്. അപ്പം 0.7 ബൈ 1 ലിറ്റർ. 1 ലിറ്റർ നേരത്തെ ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് 1/1000 മീറ്റർ ക്യൂബ് ആണ്. അപ്പം 0.7 ഡിവൈഡ് ബൈ 1/1000 ആവും, മീറ്റർ ക്യൂബ് ആവും. അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇറ്റ് ഈസ് 700 എന്നാണ് അതിന് ഡെൻസിറ്റി കിട്ടുക. ഡെൻസിറ്റി വരുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ ഡെൻസിറ്റി കിട്ടി. പക്ഷെ നമുക്ക് കാണുന്ന ഡെൻസിറ്റി അല്ല, നമുക്ക് കാണുന്ന സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 700 കിട്ടി, ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. നേരത്തെ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പം ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്തായാലും എല്ലാവർക്കും അറിഞ്ഞിരിക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. 700/1000 ഇറ്റ് വിൽ ബി 0.7. ഇപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഉണ്ടാവില്ല, കാരണം രണ്ടും ഡെൻസിറ്റി ആണ്, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡെൻസിറ്റി ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ 0.7 ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് വെയിറ്റ് ഓഫ് 1 ലിറ്റർ ഓഫ് എ ലിക്വിഡ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.4. സോ സ്പെസിഫിക് വെയിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചത് വെയിറ്റ് ബൈ വോളിയം എന്നാണ്. സോ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു 0.4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതാണ് 0.4 എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറിയാം 1000 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.4 ഇൻറ്റു 1000 എന്നാണ്. അത് ചെയ്യുമ്പോൾ കിട്ടുക 400 ആണ്. അപ്പോൾ ഡെൻസിറ്റി കിട്ടി. ഇനി ഇക്വേഷനിൽ നമ്മൾ ഈ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെയിറ്റ് ബൈ വോളിയം എന്ന് പറഞ്ഞു. സോ സ്പെസിഫിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം. ഈ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഡിവൈഡ് ബൈ വോളിയം. ഈ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ഡെൻസിറ്റി, അതായത് റോ ഇൻറ്റു ജി. അപ്പോൾ സ്പെസിഫിക് വെയിറ്റിന് വേറെ ഇക്വേഷൻ കൂടി ഉണ്ട്, ഇറ്റ് ഈസ് ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ആ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. അപ്പോൾ രണ്ട് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, ഒന്ന് വെയിറ്റ് ബൈ വോളിയം ആണ്, മറ്റേത് ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇറ്റ് ഈസ് 400 ഇൻറ്റു ജി. ജി എന്ന് പറഞ്ഞാൽ 9.81 ആണ്. അപ്പം കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി 10 എടുത്തു, ഇറ്റ് വിൽ ബി 4000. സോ ഓപ്ഷൻ നോക്കുക, 9.81 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണോ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 9.81 ആണെങ്കിൽ ഇൻറ്റു 9.81 തന്നെ ചെയ്യണം. അപ്പം അതിൻ്റെ ആ വാല്യൂ കിട്ടും. ഇവിടെ കിട്ടിയത് 4000 ആണ്. ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ പ്ലേറ്റ് 0.025 mm ഡിസ്റ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്ലേറ്റ് 0.025 mm distant from a fixed plate moves at 0.5 meter per second and requires a force of 2 Newton per meter square to maintain this speed. Determine the fluid viscosity between the plates. സോ ഇവിടെ ചോദിച്ചത് വിസ്കോസിറ്റി കാണാനാണ്. സോ വിസ്കോസിറ്റിനെ പറ്റി ആദ്യം ജസ്റ്റ് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ പറയാം. എന്താണ് വിസ്കോസിറ്റി? വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്നാണ്. ഒരു ലിക്വിഡിന്റെ റെസിസ്റ്റൻസ് ടു ഫ്ലോ, അതിന് ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസ്, അതിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ പറയാം. ഒരു ലെയർ ലിക്വിഡ് ഒഴുകുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അതിന് പല ലേയേഴ്സ് ആയിട്ടായിരിക്കും ഒഴുകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ലെയർ ഇപ്പം ഏറ്റവും ടോപ്പിൽ ഒഴുകുന്ന ലെയർ ഇപ്പം എക്സാമ്പിൾ ഒരു 1 meter per second ഫ്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതേസമയം താഴത്തത് 0.5 meter per second ആണെന്ന് വിചാരിക്കുക. സോ ടോപ്പ് ലെയർ ഒഴുകാൻ നോക്കുന്നത്, ഫ്ലോ ചെയ്യാൻ നോക്കുന്നത് 1 meter per second. അതേപോലെ തൊട്ട് താഴെ വരുന്ന ലെയർ 0.5 meter per second ഫ്ലോ ചെയ്യാൻ നോക്കുന്നത്. അപ്പം മുകളിലത്തെ ലെയർ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ഒഴുകാൻ നോക്കും, പക്ഷെ ആ താഴത്തെ ലെയർ അതിനെ പിടിച്ചു വെക്കുകയും ചെയ്യും. അപ്പം അവിടെ ഉണ്ടാവുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതായത് താഴത്തെ ലെയർ ആ ടോപ്പത്തെ ലെയറിനെ പിടിച്ചു വെക്കാൻ നോക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഈ വിസ്കോസിറ്റിയെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഒന്നാമത് കിനമാറ്റിക് വിസ്കോസിറ്റി, രണ്ടാമതാണ് ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വിസ്കോസിറ്റി എന്ന് റെഫർ ചെയ്യുമ്പോൾ അതിനെ ഡൈനാമിക് വിസ്കോസിറ്റി എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം ഡൈനാമിക് വിസ്കോസിറ്റിയാണ്. അപ്പം ഇത് തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് പറയാം. ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പം ആ ലിക്വിഡ് ഒഴുകണം, അപ്പോൾ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനെയാണ് ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്.
കിനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ അതല്ല, അത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് ഗ്രാവിറ്റിയുടെ ഫോഴ്സ് മാത്രമേ അതിൽ ആക്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ലിക്വിഡിന്മേ ഗ്രാവിറ്റിയുടെ ഫോഴ്സ് മാത്രം ആക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന റെസിസ്റ്റൻസിനെയാണ് കിനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പം രണ്ട് ടൈപ്പ് വിസ്കോസിറ്റിയാണ്, ഡൈനാമിക്കും അതേപോലെ തന്നെ കിനമാറ്റിക് വിസ്കോസിറ്റിയും. ഇനി ഇതിന്റെ യൂണിറ്റ്സ് നോക്കാം എന്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൈനാമിക് വിസ്കോസിറ്റി യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് SI യൂണിറ്റിൽ എടുക്കുമ്പം അത് 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്നാണ്. 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്നാണ് അതിന്റെ യൂണിറ്റ് വരിക. അത് CGS യൂണിറ്റിലാണെങ്കിൽ അതിനെ പറയാ പോയ്സ് എന്നാണ് പറയാം, പോയ്സ്. ഇനി ഇതിന്റെ കൺവേർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 പോയ്സ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 10 പോയ്സ്. ഇനി കിനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് പറയാം. കിനമാറ്റിക് വിസ്കോസിറ്റി യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നാണ്. 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നാണ്. അതിനെ CGS-ലോട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റോക്കാണ്, സ്റ്റോക്ക്. അപ്പം കിനമാറ്റിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്. ഇതിന്റെ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു 10⁴ സ്റ്റോക്കാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു 10⁴ സ്റ്റോക്കാണ്. സോ ഈ കൺവേർഷൻ അതുപോലെ തന്നെ ചോദിക്കാറുണ്ട്. മീൻസ് എത്രയാണ് 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണെങ്കിൽ എത്ര സ്റ്റോക്സ് ആണ് ചോദിക്കാറുണ്ട്. അതേപോലെ ഇത് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഇവിടെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒരു 1 മീറ്റർ പെർ സെക്കൻഡിലാണ് ടോപ്പ് ലെയർ ഒഴുകുന്നത്. അതേപോലെ തന്നെ തൊട്ട് താഴെ ബോട്ടം ലെയർ ഒഴുകുന്നത് 0.5 മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പൊ രണ്ട് തമ്മിലുണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് കാരണം അവിടെ ഒരു ഷിയർ ഡെവലപ്പ് ചെയ്യും, ഒരു ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ആ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ പറയാം ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു DU/dy എന്നാണ്. ഇപ്പൊ ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷിയർ സ്ട്രെസ് ആണ്. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്നാണ്, ഡൈനാമിക് വിസ്കോസിറ്റി ആണ്, കോയിഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി. DU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ലെയർ, ഇപ്പം ടോപ്പ് ലെയറും ബോട്ടം ലെയറും പറഞ്ഞു, 1ഉം 0.5ഉം പറഞ്ഞു. അപ്പൊ അത് തമ്മിലുണ്ടാകുന്ന ഡിഫറൻസ് വെലോസിറ്റി ഡിഫറൻസ് ആണ്. അത് 1 മീറ്റർ ആണ് ടോപ്പ്, താഴെ 0.5 ആണ്. അപ്പൊ തമ്മിൽ ഡിഫറൻസ് വരിക 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ആ വെലോസിറ്റി ഡിഫറൻസിനെയാണ് DU എന്ന് പറയുന്നത്. DY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസിനെയാണ് DY എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ടേംസ് വരുന്നത്. ഇനി ഈ ക്വസ്റ്റ്യനിൽ വന്ന വാല്യൂസ് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നത് ഇവിടെ കാണാൻ പറഞ്ഞത് വിസ്കോസിറ്റി ആണ്, അതായത് മ്യൂ ആണ് കാണേണ്ടത്. ബാക്കിയെല്ലാം തന്നിട്ടുണ്ടാവും. പ്ലേറ്റ് 0.025 mm ഡിസ്റ്റന്റ്, അതായത് DY തന്നിട്ടുണ്ട്. DY ഈസ് ഈക്വൽ ടു 0.025 mm. പക്ഷേ ക്വസ്റ്റ്യനിലെ ഓപ്ഷനൊക്കെ നോക്കുക എല്ലാം മീറ്ററിലാണ്. അപ്പോൾ 0.025 mm നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി അത് ഇൻറ്റു 10⁻³ ചെയ്യണം. അപ്പോൾ കിട്ടുക 0.025 ഇൻറ്റു 10⁻³ മീറ്റർ എന്നായി. അപ്പം DY കിട്ടി. ഇനി DU എന്താ നോക്കാം. ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പ്ലേറ്റ് മൂവ്സ് അറ്റ് 0.5 മീറ്റർ പെർ സെക്കൻഡ്, അതാണ് DU. സോ DU തന്നിട്ടുണ്ട് 0.5 മീറ്റർ പെർ സെക്കൻഡ്. റിക്വയർസ് എ ഫോഴ്സ് ഓഫ് 2 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പം ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പൊ ഇവിടെ തന്നത് ഫോഴ്സ് അല്ല, ശരിക്കും ഷിയർ സ്ട്രെസ് തന്നെയാണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ യൂണിറ്റ് ചെക്ക് ചെയ്യാൻ, ഇറ്റ് ഈസ് 2 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതായത് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് പറഞ്ഞാൽ ന്യൂട്ടൺ ഡിവൈഡ് ബൈ ഏരിയ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ ടോ ആണ് തന്നത്, 2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മ്യൂ ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു DY/DU എന്ന് കിട്ടും. ടോ ഇൻറ്റു DY/DU സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു DY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.025 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ DU ദാറ്റ് ഈസ് 0.5. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.1 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. അതായത് 10⁻⁴ ആണ് ഇതിൻ്റെ വാല്യൂ വരിക. സോ ഓപ്ഷൻ B ആണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പ്ലേറ്റ് 0.5 mm ഡിസ്റ്റന്റ് from a fixed plate moves at 1 meter per second and requires a force of 2 Newton per meter square to maintain this speed. Determine the fluid viscosity between the plates. അപ്പോൾ ഇക്വേഷൻ സെയിം തന്നെയാണ്. ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു DU/dy എന്ന് തന്നെയാണ്. ഈ വിസ്കോസിറ്റിയുടെ ഏതൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ അറിയേണ്ടതുള്ളൂ. ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലംസും വിസ്കോസിറ്റിയുടെ ചെയ്യാൻ പറ്റും. ഇനി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കാണാൻ പറഞ്ഞതും ഫ്ലൂയിഡ് വിസ്കോസിറ്റി ആണ്. അപ്പോൾ മ്യൂ ആണ് നമുക്ക് കാണേണ്ടത്. മ്യൂ ഈസ് ഈക്വൽ ടു
ടോ ഇൻറ്റു ഡി വൈ ബൈ ഡി യു. അപ്പോൾ ടോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 2 ഇൻറ്റു ഡി വൈ. ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസ്റ്റൻസ്, അത് 0.5 ആണ്. പക്ഷെ അത് എം എമ്മിലാണ് വന്നത്. അപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യണം, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻³ എന്ന് വന്നു ബൈ ഡി വൈ. ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 എന്നാണ് തന്നിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇറ്റ് ഈസ് 10⁻³ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. പക്ഷെ ക്വസ്റ്റ്യൻ നോക്കുക, ഓപ്ഷൻസ് എല്ലാം പോയിസിലാണ്. അപ്പം ഇതാണ് ഇവിടെയാണ് കൺവേർഷൻ്റെ ഒരു ആവശ്യം വരുന്നത്. നമുക്ക് കിട്ടിയത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്, അത് പോയിസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 10 പോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 10⁻³ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 10 ഇൻറ്റു 10⁻³. ഇറ്റ് വിൽ ബി 10⁻² പോയിസ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഹാവിംഗ് വിസ്കോസിറ്റി 0.005 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആൻഡ് കിനമാറ്റിക് വിസ്കോസിറ്റി 0.025 ഇൻറ്റു 10⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സോ ഇവിടെ പറഞ്ഞത് ഡെൻസിറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വിസ്കോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്, കിനമാറ്റിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ വെറുതെ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡൈനാമിക് വിസ്കോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ വരിക എങ്ങനെയാണ്? കിനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ ആണ്. അപ്പം ഏതൊരു വിസ്കോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിനമാറ്റിക് വിസ്കോസിറ്റി കിട്ടും. സോ ഇവിടെ ഡൈനാമിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 0.005 ഡിവൈഡ് ബൈ ഡെൻസിറ്റി. ഡെൻസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൻസിറ്റി വിൽ ബി ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ കിനമാറ്റിക് വിസ്കോസിറ്റി. It will be 0.025 into 10⁻⁴. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2000 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്നാണ് കിട്ടുക. 2000 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലിക്വിഡ് ഹാവിംഗ് വിസ്കോസിറ്റി 0.2 പോയിസ് ആൻഡ് കിനമാറ്റിക് വിസ്കോസിറ്റി 0.1 സ്റ്റോക്സ്. സോ ഇവിടെ പറഞ്ഞ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ മുമ്പ് ചെയ്ത തന്നെ സെയിം തന്നെയാണ്. കിനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി. പക്ഷെ ഇവിടെ കാണാൻ പറഞ്ഞത് ഡെൻസിറ്റി അല്ല, സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് കാണാം. ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് കിട്ടും. അപ്പം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. വിസ്കോസിറ്റി മ്യൂ ഈസ് ഈക്വൽ ടു 0.2 പോയിസ്. അപ്പൊ ഇനി ഇവിടെ ഒരു കാര്യം കൂടി നോക്കണം. വിസ്കോസിറ്റി 0.2 പോയിസിലും അതേപോലെ കിനമാറ്റിക് വിസ്കോസിറ്റി പറഞ്ഞത് സ്റ്റോക്സിലുമാണ്. അപ്പൊ നമ്മൾ ആ രണ്ടും കൂടെ ന്യൂട്ടൺ അല്ലെങ്കിൽ മീറ്റർ ഇതിലോട്ട് മാറ്റാം, SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞു 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 പോയിസ് ആണെന്ന് പറഞ്ഞു. അപ്പം 0.2 പോയിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 0.2 ഡിവൈഡ് ബൈ 10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇറ്റ് വിൽ ബി 0.02 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇനി കിനമാറ്റിക് വിസ്കോസിറ്റി നോക്കാം. കിനമാറ്റിക് വിസ്കോസിറ്റി വിൽ ബി 0.1 സ്റ്റോക്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0.1 സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁴ സ്റ്റോക്ക് ആണ് 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സോ അത് ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0.1 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി, ദാറ്റ് ഈസ് 0.02 ഡിവൈഡ് ബൈ കിനമാറ്റിക് വിസ്കോസിറ്റി, ദാറ്റ് ഈസ് 0.1 ഇൻറ്റു 10⁻⁴. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2000 എന്നാണ്. 2000 ആണ് അപ്പോൾ ഡെൻസിറ്റി കിട്ടുക. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്, ദാറ്റ് ഈസ് 2000 ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, അത് 1000 ആണ്. സോ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക 2 എന്ന് കിട്ടും. സോ ആൻസർ സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് ഹാവിംഗ് കിനമാറ്റിക് വിസ്കോസിറ്റി 6 സ്റ്റോക്സ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി 1.8. ഇക്വേഷൻ സെയിം തന്നെയാണ്. കിനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി തന്നെയാണ്. ഇനി സോൾവ് ചെയ്യാൻ നോക്കാം. കിനമാറ്റിക് വിസ്കോസിറ്റി വന്നിട്ടുണ്ട് V ഈസ് ഈക്വൽ ടു 6 സ്റ്റോക്സ് എന്ന് വന്നിട്ടുണ്ട്. സോ അത് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. 6 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നാവും. ഇനി തന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്.
സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു 1.8. നമ്മളോട് കാണാൻ പറഞ്ഞത് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് എന്നാണ് കാണാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വിസ്കോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഡെൻസിറ്റി അറിയണം. സോ പക്ഷെ ഇവിടെ തന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിൻ്റെ ഇത് നമുക്കറിയാം. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് 1000 ആണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് ഈക്വൽ ടു 1000 ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി 1.8 എന്ന് വരും. അത് ചെയ്യുമ്പോൾ കിട്ടുക 1800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഡെൻസിറ്റി കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. അപ്പം ഇക്വേഷനിൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി വിൽ ബി ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു കിനമാറ്റിക് വിസ്കോസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1800 ആണ് ഇൻറ്റു കിനമാറ്റിക് വിസ്കോസിറ്റി 6 × 10⁻⁻⁴. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.08 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക. അപ്പോൾ 1.08 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലാണ് കിട്ടിയത്. പക്ഷേ ഓപ്ഷൻസ് എല്ലാം പോയ്സിലാണ്. അപ്പം പോയ്സിലാകുമ്പം അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 10 ചെയ്താൽ മതി. ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 10.8 പോയ്സ് എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ കിനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ് ഹാവിംഗ് വിസ്കോസിറ്റി 3 പോയ്സ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി 1.5. ഇവിടെ പറഞ്ഞത് കിനമാറ്റിക് വിസ്കോസിറ്റി ആണാണ്. അപ്പോൾ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി. പക്ഷേ ക്വസ്റ്റ്യൻ ഡെൻസിറ്റി അല്ല തന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ ആദ്യം ഡെൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു 1.5. അതെന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, അതായത് 1000 ആണ്. ഇറ്റ് വിൽ ബി 1500 എന്ന് കിട്ടും. ഇനി തന്നത് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്, മ്യൂ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 3 പോയ്സ്. ഇപ്പോൾ പോയ്സ് ഉള്ളത് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്, കാൽക്കുലേഷന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഇറ്റ് വിൽ ബി 3 ഡിവൈഡ് ബൈ 10, അതായത് 0.3 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി കിനമാറ്റിക് വിസ്കോസിറ്റി കാണാം. കിനമാറ്റിക് വിസ്കോസിറ്റി ഡൈനാമിക് വിസ്കോസിറ്റി ദാറ്റ് ഈസ് 0.3 ഡിവൈഡ് ബൈ ഡെൻസിറ്റി ദാറ്റ് ഈസ് 1500. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 × 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടും. പക്ഷെ ഓപ്ഷനിൽ വന്നത് സ്റ്റോക്സിലാണ്. സോ അത് നമ്മൾ സ്റ്റോക്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് 1 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10⁻⁴ സ്റ്റോക്സ് ആണ്. സോ അത് ഇൻറ്റു 10⁻⁴ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോക്സിലായി. അപ്പം ഈ 10⁻⁴ 10⁻⁻⁴ ക്യാൻസൽ ആവും. ഇറ്റ് വിൽ ബി 2 സ്റ്റോക്സ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരിക. സോ അതേപോലെ കൺവേർഷൻ കറക്റ്റ് ആവണം, അല്ലെങ്കിൽ ആൻസർ തെറ്റും. കൺവേർഷൻ കറക്റ്റായിട്ട് അതിൻ്റെ യൂണിറ്റും അതേപോലെ തന്നെ അതിൻ്റെ കൺവേർഷൻ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 horizontal plates are placed 2 cm apart. The space between them is filled with oil of viscosity 1.4 Newton second per meter square. Calculate the shear stress in oil if upper plate is moved with a velocity of 2.5 meter per second. So നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇക്വേഷൻ. ഇതാണ് ടോ ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du ബൈ dy. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഓരോന്നിൻ്റെയും വാല്യൂസ് എന്താണെന്ന് നോക്കാം. മ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് 1.4 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇനി du അതായത് വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് 2.5 മീറ്റർ പെർ സെക്കൻഡ്. dy എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് 2 സെൻറ്റിമീറ്റർ എന്നാണ്. ഇവിടെ നോക്കുക എല്ലാം മീറ്ററിലും സെക്കൻഡിലൊക്കെയാണ്, പക്ഷേ ഡിസ്റ്റൻസ് മാത്രം 2 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് 0.02 മീറ്റർ എന്നായി. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇറ്റ് വിൽ ബി 1.4 ഇൻറ്റു 2.5 ഡിവൈഡ് ബൈ 0.02. ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 175 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. സോ ഇതാണ് വിസ്കോസിറ്റി ആണെന്ന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ഇത് ഇടയ്ക്കിടയ്ക്ക് വിസ്കോസിറ്റിയുടെ ഭാഗം റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. എ ലെവലാണ് മിക്കവാറും ഇത് കണ്ടുവരാറുള്ളത്. ഓവർസിയർ ലെവലിൽ ഇതിൻ്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എ ലെവലിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും. സോ ഈ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൺവേർഷൻ കറക്റ്റായിട്ട് അറിയണം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ദ വീഡിയോ.